മിടുക്കുകളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ വിദ്യാലയത്തിലുമുള്ള മിടുക്കരും മിടുക്കികളുമാണ് ഇന്നിവിടെ ഇന്നൊരു ക്ലാസ്സിന് വേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ സ്വാഗതം പറഞ്ഞ അനുജ ടീച്ചർ പറഞ്ഞു KSTA, അതായത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അധ്യാപക സംഘടന, കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായിട്ടുള്ള KSTA കേവലം അധ്യാപകരുടെ പ്രശ്നങ്ങളെ മാത്രം നോക്കുന്ന ഒരു സംഘടനയല്ല. നേരെ മറിച്ച് പൊതുവിദ്യാലയങ്ങളുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ ഏറ്റവും കൂടുതലായി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, പൊതുവിദ്യാലയങ്ങളുടെ ഗുണമേന്മ ഉയർത്തുന്നതിന് വേണ്ടി സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ മികവിനെ ഉയർത്തി കാണിക്കുന്ന LSS USS, നേരത്തെ നമ്മൾ LSS USS എന്ന് പറഞ്ഞിരുന്ന പരീക്ഷ അപ്പൊ കുറച്ചും കൂടി നന്നായി നമ്മളതിന് ഒരുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KSTA എന്ന് പറയുന്ന അധ്യാപക സംഘടന ഓരോ വിദ്യാലയത്തിലും അവരുടെ മികവിനെ പ്രദർശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ വർഷങ്ങളായി ചെയ്തു വരുന്നതാണ്. അത് ഈ വർഷവും ഏറ്റെടുത്ത് ചെയ്യുകയാണ്. എല്ലാ കുട്ടികളും ഏറ്റവും നന്നായി അതിൽ പങ്കെടുക്കണം, പരിശീലന പരിപാടികളിൽ പങ്കെടുക്കണം. പരിശീലനം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പരീക്ഷ, മത്സര പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് പുതിയ ഒരുപാട് അനുഭവങ്ങളാണ് തരുന്നത്, പുതിയ ഒരുപാട് അറിവുകളാണ് തരുന്നത്. ഇതൊരു മത്സര പരീക്ഷയാണ്. എല്ലാവർക്കും 100% മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ നമ്മളുടെ മാക്സിമം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടും, നമുക്ക് നമ്മുടെ തന്നെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, പുതിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും നന്നായി ഈ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുക, ഏറ്റവും നന്നായി പരീക്ഷകൾ എഴുതുക. അതുപോലെ തന്നെ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ KSTA പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം നടത്തിക്കൊണ്ട് ഒറ്റപ്പാലം സബ് ജില്ല നടത്തുന്ന ഈ ഒരു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു ടീച്ചർ. നമുക്കിനി നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാൻ തോന്നുന്നു. ഗിരീഷ് മാഷ് കയറിയിട്ടുണ്ടോ? ഇല്ല തോന്നുന്നു. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ധന്യ ടീച്ചറെ. ഞാൻ റെഡിയാണ്. യെസ്. കേക്കാല്ലേ? ഉണ്ട് ടീച്ചറെ, കേൾക്കാനുണ്ട്. അപ്പോ എല്ലാ മക്കളും LSS പരീക്ഷ എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളെ എല്ലാ പാഠങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം LSSൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഇവിടെ പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ മ്യൂട്ടിന്റെ ഇത് മ്യൂട്ട് ഓണാക്കിയത് സൗണ്ട് ഓണാക്കിയാൽ പിന്നെ നമുക്ക് ആർക്കും കേൾക്കില്ല, പിന്നെ സൗണ്ട് ആകെ ഡിസ്റ്റർബ് ആവും, ആർക്കാർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ മ്യൂട്ട് ബട്ടൺ അങ്ങനെ മ്യൂട്ടായിട്ട്, സൗണ്ട് ബട്ടൺ മ്യൂട്ടായിട്ട് തന്നെ ഇരുത്തുക. ഓക്കെ, അപ്പൊ ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തുടങ്ങാം കേട്ടോ. എല്ലാവരും റെഡിയല്ലേ? റെഡിയാണോ? അപ്പോ മതി. ഓക്കെ, ഇനി മതി കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ക്ലാസ് അങ്ങോട്ട് നീങ്ങാൻ പറ്റും. ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാ എത്ര മില്ലിമീറ്റർ ആണ്? 1 സെന്റിമീറ്റർ പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10 അതെ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ.
ആ മതി. ഇനി സൗണ്ട് ബട്ടൺ ഓഫ് ആക്കിക്കോളൂ. മില്ലിമീറ്റർ. സൗണ്ട് ബട്ടൺ ഓഫ് ആക്കി മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞ 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ 10 മില്ലിമീറ്റർ ആണ്. ടീച്ചർ ഇത് വെച്ചിട്ട് ഒരു ചോദ്യം പറയുന്നുണ്ട് കേട്ടോ. അതിനാണ് ഇത് ആദ്യം പറഞ്ഞു തരണേ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചിരുന്ന് എഴുതിയെടുക്കണം കേട്ടോ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞ 100 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ 1 മീറ്റർ പറഞ്ഞ എത്ര മില്ലിമീറ്റർ ആണ്? 1 മീറ്റർ എന്ന് പറഞ്ഞ എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ് അല്ലെ? 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ സൗണ്ട് ബട്ടൺ മ്യൂട്ട് ചെയ്യോ? നല്ല കുട്ടികളൊക്കെ സൗണ്ട് ബട്ടൺ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യും. ഉത്തരം പറഞ്ഞിട്ട് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യും. കാരണം എന്താ അറിയോ? ബാക്കിയുള്ളവർക്കും കൂടി കേൾക്കില്ല. അപ്പൊ നമ്മൾ കാരണം വേറെ ആൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ അല്ലെ? നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യും. വേഗം മ്യൂട്ടാക്കും. വേഗം ഉത്തരം പറഞ്ഞിട്ട് വേഗം മ്യൂട്ടാക്കും. നോക്കട്ടെ ആരൊക്കെ ഇതില് നല്ല കുട്ടികൾ. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല കുട്ടികളെ തന്നെയൊക്കെ. അപ്പോ 1 മീറ്റർ എന്ന് പറഞ്ഞ 1000 മില്ലിമീറ്റർ ആണ്. 1 കിലോമീറ്റർ പറഞ്ഞ 1000 മീറ്റർ ആണ്. ടീച്ചർ 4 കാര്യങ്ങളാണ് പറഞ്ഞേ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ 10 മില്ലിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞ 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ. 1 എന്താ പറയാ മീറ്റർ പറഞ്ഞ എത്ര മില്ലിമീറ്റർ? 1000 മില്ലിമീറ്റർ ആണ്. നിങ്ങളിപ്പോ പറയണ്ട, ഞാൻ പറയുമ്പോ പറഞ്ഞ എല്ലാരും കൂടി പറഞ്ഞ പിന്നെ കേക്കില്ല. 1 കിലോമീറ്റർ പറഞ്ഞ 1000 മീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്രാവശ്യം LSSന് ചോദ്യം എങ്ങനെ വരെ അറിയോ? പ്രസ്താവന രൂപത്തിലാണ്. നിങ്ങൾക്ക് എന്താ പ്രസ്താവന അറിയോ? ടീച്ചർ കുറച്ച് പ്രസ്താവന പറയാട്ടോ. ടീച്ചർ ഒരു 2-3-4 പ്രസ്താവന പറയാം. അതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ? ടീച്ചർ 2-3-4 പ്രസ്താവന പറയും. നിങ്ങൾക്ക് പ്രസ്താവന പറഞ്ഞ എന്താന്ന് മനസ്സിലാവണ്ടേ? ഓക്കെ. ഒന്നാമത്തെ പ്രസ്താവന, 1 സെന്റിമീറ്റർ എന്നത് 10 മില്ലിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്നത് 10 മില്ലിമീറ്റർ ആണ്. ടീച്ചർ പറഞ്ഞത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ 10 മില്ലിമീറ്റർ. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇതാണ് പ്രസ്താവന. 1 സെന്റിമീറ്റർ എന്നത് 10 മില്ലിമീറ്റർ ആണ്. നിങ്ങള് വേഗം പറഞ്ഞിട്ട് മ്യൂട്ടാക്കണം. ഇല്ലെങ്കിൽ പിന്നെ ടീച്ചർക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അടുത്ത പ്രസ്താവന ടീച്ചർ പറയാൻ പോവാണ്. 13 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. ശ്രദ്ധിച്ചോളൂ. 13 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നത് 133 മില്ലിമീറ്ററിന് തുല്യമാണ്. 13 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നത് 133 മില്ലിമീറ്ററിന് തുല്യമാണ്. 13 സെന്റിമീറ്റർ പറഞ്ഞ എത്ര മില്ലിമീറ്ററാ? 130 മില്ലിമീറ്റർ. 130 ഓക്കെ ഓക്കെ. നല്ല കുട്ടികളാണെന്ന് വെച്ചാൽ ഇങ്ങനെ ബഹളം. അപ്പോ 13 സെന്റിമീറ്റർ 130 ആണ്. പിന്നെ ഒരു 3 മില്ലിമീറ്ററും കൂടി ഇല്ലേ? ഇപ്പൊ ടീച്ചറുടെ പ്രസ്താവന ഇതാണ്. 13 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നത് 133 മില്ലിമീറ്ററിന് തുല്യമാണ്. അത് ശരിയാണോ? ശരിയാണ്. ഓക്കെ. നല്ല കുട്ടികളെ മ്യൂട്ട് ചെയ്തോളൂ. നല്ല കുട്ടികളൊക്കെ മ്യൂട്ട് ചെയ്തു അല്ലെ? അടുത്തത് 15 മില്ലിമീറ്റർ എന്നത് 15 സെന്റിമീറ്ററിന് തുല്യമാണ്. 15 മില്ലിമീറ്റർ
തെറ്റാണല്ലേ? അപ്പൊ നല്ല കുട്ടികൾ മ്യൂട്ട് ചെയ്തോളൂ. ആ ഇനി 20 മില്ലിമീറ്ററിൽ നിന്ന് 2 മില്ലിമീറ്റർ കുറച്ചാൽ ബാക്കി 18 സെന്റിമീറ്റർ ആയിരിക്കും. 20 മില്ലിമീറ്ററിൽ നിന്ന് 2 മില്ലിമീറ്റർ കുറച്ചാൽ ബാക്കി 18 സെന്റിമീറ്റർ ആയിരിക്കും. നല്ല കുട്ടികൾ വേഗം കിട്ടിയിട്ടില്ലേ? ശരി. ഓക്കെ, അപ്പോ ടീച്ചർ ഇപ്പൊ 4 പ്രസ്താവന പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം വരിക. ഇങ്ങനെ 4 പ്രസ്താവനകൾ തരും, എന്നിട്ട് അതിനൊരു ഓപ്ഷൻ തരും. ഒന്നാമത്തെ എ ഓപ്ഷൻ 1, 2 ശരിയാണ്. ടീച്ചർ പറഞ്ഞ പ്രസ്താവനയില് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. ഇനി ബി ഓപ്ഷൻ 3, 4 ശരിയാണ്. ടീച്ചർ പറഞ്ഞ മൂന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇനി മൂന്നാമത്തെ സി ഓപ്ഷൻ 1ഉം 3ഉം ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? 1ഉം 3ഉം ശരിയാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഉത്തരം അവിടെ മാർക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതാ ഇപ്പൊ ടീച്ചർ പറഞ്ഞതിൽ ശരി? ഒന്നാമത്തെ പ്രസ്താവനയാണോ, രണ്ടാമത്തെ പ്രസ്താവനയാണോ, 3ആണോ, 4ആണോ? ഇതിൽ ആ അപ്പോ ടീച്ചർ ഒന്നാമത്തെ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് 1 സെന്റിമീറ്റർ എന്നത് 10 മില്ലിമീറ്റർ ആണ്, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞേ അല്ലേ? രണ്ടാമത്തെ ഓപ്ഷൻ ടീച്ചർ പറഞ്ഞത് 13 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നത് 133 മില്ലിമീറ്ററിന് തുല്യമാണ് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ എന്താ പറഞ്ഞേ? ശരിയാണ് എന്ന് പറഞ്ഞു അല്ലേ? ശരിയാണ്. ആ 3ഉം 4ഉം തെറ്റാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ ഓപ്ഷൻ തന്നത് എ ഓപ്ഷൻ തന്നത് 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണോ? ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതാ ഉത്തരം വരിക? എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ? ഇതിൽ ഏതാ ഉത്തരം വരിക? അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്ത് അതിൽ മെസ്സേജ് ഉണ്ടെങ്കിൽ അതിലൊന്ന് എഴുതിയിട്ടാ മതി. അപ്പൊ ഇങ്ങനെ ബഹളം വരില്ല കേട്ടോ. അതിൽ മെസ്സേജ് ഉണ്ട്, അതിലൊന്ന് എഴുതിയിട്ടാ മതി. അപ്പൊ നമുക്ക് ഉത്തരം എന്താ അപ്പൊ ഇതിൽ എഴുതുക? എ എന്നുള്ള ഓപ്ഷൻ ആണ് വരിക. നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാച്ചിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരി. അപ്പൊ ഇനി അടുത്ത ചോദ്യം പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ ആരോ ഒരാൾ മ്യൂട്ടല്ല കേട്ടോ. മ്യൂട്ട് ആയാലേ ടീച്ചർക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ പാഠപുസ്തകത്തെ അത് നിങ്ങളുടെ കാര്യങ്ങള് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് LSSന് നല്ല മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങളെ ടീച്ചർമാര് പറഞ്ഞു തരുന്നതും നിങ്ങളുടെ പാഠപുസ്തകത്തെ കാര്യങ്ങളും നന്നായി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് LSS കിട്ടും. അതിന്റെ ഓരോന്നിനും ഉള്ള അതിന്റെ ആശയങ്ങള് കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറയാൻ പോവാട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഇത് പേജൊന്നുമില്ല, അത് ടീച്ചർ കുറെ ചോദ്യങ്ങള് പറഞ്ഞു തരാം. ഇത് എഴുതിയെടുക്കാൻ നിന്ന് എന്താ പ്രശ്നം അറിയോ? പിന്നെ നമുക്ക് 1ഓ 2ഓ ചോദ്യം പഠിക്കാൻ പറ്റും. നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാ മതി കേട്ടോ. ടീച്ചർ വേണിച്ചാ പിന്നെ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഇടാം. ഞാനേ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ട് നിങ്ങള്
ഇടയിൽ വർത്താനം പറയേ മ്യൂട്ട് എന്താ പറയാ സൗണ്ട് ഓൺ ആക്കിയേ ചെയ്യരുത് കേട്ടോ. രാജുവിന്റെ ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് മാത്രം അതിൽ നോട്ട് ചെയ്താൽ മതി. രാജുവിന്റെ സ്കൂളിലേക്കുള്ള ദൂരം 3.25 കിലോമീറ്റർ ആണ്. 3.25 കിലോമീറ്റർ ആണ് രാജുവിന്റെ സ്കൂളിലേക്കുള്ള ദൂരം. 3.25 പറഞ്ഞ എത്രയാ? 3 കിലോമീറ്ററും പിന്നെ എത്ര മീറ്റർ? 750 മീറ്ററും. അതെ 750 മീറ്റർ. 750 മീറ്റർ. മതി, ഒരാൾ പറഞ്ഞാ മതി. ഒരാൾ പറഞ്ഞ പിന്നെ അങ്ങനെ അത് ആവർത്തിക്കണ്ടേ? നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യില്ലല്ലോ, പിന്നെ ആകെ ബഹളാവില്ലേ. ഒരാൾ പറഞ്ഞാ മതി കേട്ടോ. അപ്പോ രാജുവിന്റെ സ്കൂളിലേക്ക് ഉള്ള ദൂരം 3.25 കിലോമീറ്റർ ആണെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. രാജു സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോ ആകെ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 എഴുതി വെച്ചോളൂ, 7.5 കിലോമീറ്റർ. ഓപ്ഷൻ 1 7.5 കിലോമീറ്റർ. ഓപ്ഷൻ 2 6.5 കിലോമീറ്റർ. ഓപ്ഷൻ 2 6.5 കിലോമീറ്റർ. ഓപ്ഷൻ 3 7 കിലോമീറ്ററും 500 മീറ്ററും. ഓപ്ഷൻ 3 7 കിലോമീറ്ററും 500 മീറ്ററും. ഓപ്ഷൻ 4 7 കിലോമീറ്ററും 250 മീറ്ററും. 7 കിലോമീറ്ററും 250 മീറ്ററും. ഇനിയാണ് നിങ്ങൾ എഴുതേണ്ട. കിലോമീറ്ററും 5 മീറ്റർ 500 മീറ്ററും. ഞാൻ പറയട്ടെ. നല്ല കുട്ടികൾ അതിന്റെ ഇടയിൽ കയറി പറയാൻ പാടില്ല. അപ്പൊ 7 കിലോമീറ്ററും 250 മീറ്ററും അല്ലേ. ഇനിയാണ് നിങ്ങളുടെ ഇത് വരണ്ടേ. ഒന്നാമത്തെ എ എന്നുള്ളതില് 1 മാത്രം ശരി. എന്താ പറഞ്ഞിരിക്കുന്നത്? 1 മാത്രം ശരി. രണ്ടാമത്തത് ബി 3 മാത്രം ശരി. 3 മാത്രം ശരി. ഇനി സി എന്നുള്ളതിൽ പറയുന്നത് 3ഉം 4ഉം ശരി. ഡി പറഞ്ഞത് 1ഉം 3ഉം ശരി. ഒന്നും കൂടി പറയാട്ടോ. ഇതില് ഉത്തരം പറഞ്ഞത് ഒന്നാമത്തത് പറഞ്ഞത് 7.5 കിലോമീറ്റർ. രണ്ടാമത്തത് പറഞ്ഞത് 6.5 കിലോമീറ്റർ. മൂന്നാമത് പറഞ്ഞത് 7 കിലോമീറ്ററും 500 മീറ്ററും. നാലാമത് പറഞ്ഞത് 7 കിലോമീറ്ററും 250 മീറ്ററും. ഇതില് എ എന്നുള്ള ഓപ്ഷൻ 1 മാത്രമാണ് ശരി. അപ്പൊ നിങ്ങൾ ഇതിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളതാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ എ എന്നുള്ളത് പറഞ്ഞത് 1 മാത്രമാണ് ശരി. ബി പറഞ്ഞത് 3 മാത്രം ശരി. സി പറഞ്ഞത് 3ഉം 4ഉം ശരി. ഇനി ഡി പറഞ്ഞത് 1ഉം 3ഉം ശരി. ഓക്കെ, ഇതിൽ ഏതൊക്കെയാ ഇപ്പൊ ശരിയുള്ളത്? ഏതാ ശരി? അതെ എല്ലാവരും നല്ല മിടുക്കൻ കുട്ടികളാണ്. അപ്പൊ നല്ല കുട്ടികളൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരി. 1ഉം 3ഉം ശരി അല്ലേ. 1 അതായത് 7.5 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ 500 നല്ല കുട്ടികളാരും വേഗം മ്യൂട്ടാക്ക്. വേഗം അടുത്ത ചോദ്യം പറയട്ടെ ടീച്ചർ. ഓക്കെ അല്ലേ? ഓക്കെ, നല്ല കുട്ടികളാട്ടോ. ഇനി അടുത്ത ചോദ്യം പറയാം. അപ്പൊ നിങ്ങൾ നല്ല മിടുക്കന്മാരാട്ടോ. വേഗം ഉത്തരമൊക്കെ കിട്ടണ്ടേ എല്ലാവർക്കും. അടുത്ത ചോദ്യം പറയാണ്. 3 × 8ഉം 3 ഗുണിക്കണം 8ഉം 8 ഗുണിക്കണം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ്. ഓക്കെ, 3 ഗുണിക്കണം 8ഉം 8 ഗുണിക്കണം 3ഉം തമ്മിലുള്ള ബന്ധമാ എന്താണ്? ഒന്നാമത്തത് എ. ഇത് ആരങ്ങനെ മെസ്സേജ് ഇട്ട് കളിക്കണ്ടല്ലോ അല്ലെ. നല്ല കുട്ടിയല്ലേ? ആണല്ലേ? ഓക്കെ, 3 ഗുണിക്കണം 8ഉം 8 ഗുണിക്കണം 3ഉം തമ്മിലുള്ള ബന്ധം
എന്താണ് എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ പറയട്ടെ. എ ഓപ്ഷൻ 3 ഗുണിക്കണം 8 ആണ് വലുത്. 3 ഗുണിക്കണം 8 ആണ് വലുത്. രണ്ടാമത്തെ ബി ഓപ്ഷൻ 8 ഗുണിക്കണം 3 ആണ് വലുത്. സി ഓപ്ഷൻ രണ്ടും തുല്യമാണ്. ഡി ഓപ്ഷൻ രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടും തുല്യമാണ്. ആ നല്ല കുട്ടികൾ, നല്ല കുട്ടികൾ. അപ്പോ രണ്ടും തുല്യാണ് അല്ലെ. 3 ഗുണിക്കണം 8ഉം 8 ഗുണിക്കണം 3ഉം അവ രണ്ടും തുല്യാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറയാൻ പോവാട്ടോ. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. ഏതോ ഒരു സംഖ്യനെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും എങ്കിൽ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നാണ്. ഓപ്ഷൻ പറയാട്ടോ. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും എങ്കിൽ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 128. സംഖ്യനെ 8 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറയുമ്പോ 120ന്റെ ഒപ്പം എത്ര കൂട്ടിയാ മതി? 8 അങ്ങോട്ട് കൂട്ടിയാ മതി അല്ലേ. ഏതോ ഒരു സംഖ്യനെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത സംഖ്യനെ 8 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറയുമ്പോ നമ്മൾക്ക് ഗുണപട്ടിക അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. അപ്പോ 120ന്റെ ഒപ്പം കൂട്ടിയാ മതി 8 അങ്ങോട്ട് കൂട്ടുക. അപ്പൊ 128 അല്ലേ. അതേപോലത്തെ വേറൊരു ചോദ്യം കൂടി പറയട്ടെ കേട്ടോ. ഇതൊക്കെ പ്രസ്താവന രൂപത്തിൽ ചിലപ്പോ മാറ്റിയിട്ട് വരും കേട്ടോ. ടീച്ചർ നേരത്തെ പറഞ്ഞതാണ് പ്രസ്താവന രൂപം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് വരിക. അടുത്തത് 15 × 9. 15 ഗുണിക്കണം 9 കാണാൻ 15 ഗുണിക്കണം 10 കണ്ടുപിടിച്ച് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 15 ഗുണിക്കണം 9 കാണാൻ 15 ഗുണിക്കണം 10 കണ്ടുപിടിച്ച് 15. ആ അതെ അതെ. 15. പറഞ്ഞുതരാട്ടോ, ടീച്ചർ പറഞ്ഞുതരാം. അതായത് 15 9 പ്രാവശ്യം കൂട്ടണത് അല്ലെ. 15 × 9 പറഞ്ഞാൽ 15 9 പ്രാവശ്യം കൂട്ടണത്. 15 × 10 പറഞ്ഞ എന്താണ്? 15 10 പ്രാവശ്യം കൂട്ടണത് അല്ലെ. അപ്പൊ 15 × 9 കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 15 10 പ്രാവശ്യം കൂട്ടുന്നതിന് ഒരു 15 അങ്ങോട്ട് കുറച്ചാ മതി അല്ലെ. 15 × 9 പറഞ്ഞാൽ 15 9 പ്രാവശ്യം കൂട്ടാൻ. 15 × 10 പറഞ്ഞാൽ 15 10 പ്രാവശ്യം കൂട്ടാം. അപ്പോ 9 പ്രാവശ്യം കൂട്ടുന്ന 9 പ്രാവശ്യം കൂട്ടാൻ എന്ത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാൻ 15 10 പ്രാവശ്യം കൂട്ടുന്നതിൽ ഒരു 15 അങ്ങോട്ട് കുറയ്ക്കാം. 15 × 9 ചെയ്താൽ മതി. 15 × 9. 15 × 9. അല്ല 15 × 9 ടീച്ചർ പറഞ്ഞില്ലേ, നിങ്ങൾ മ്യൂട്ടാക്കൂ. 15 × 9 കാണാൻ 15 × 10 കണ്ടുപിടിച്ച് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം എന്നായിരുന്നു ടീച്ചറുടെ ചോദ്യം. അപ്പൊ അതിന്ന് എത്ര കുറയ്ക്കണ്ടേ? 15 ആണ് കുറയ്ക്കേണ്ടത്. മ്യൂട്ടാക്കൂ കേട്ടോ. 15 × 10 കണ്ടുപിടിച്ചിട്ട് അതിന് 15 കുറച്ചാൽ മതി. അതെ അതെ. അടുത്ത ചോദ്യം കേട്ടോ. 12 പേർക്ക് ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം. ഈ പ്രസ്താവനയിൽ നിന്ന് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് പ്രസ്താവനകൾ പറയാം. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി നിങ്ങൾ പറയണം. 12 പേർക്ക് ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം.
ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 4 പ്രസ്താവനകൾ ടീച്ചർ പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധമുള്ളത്, അതോ എല്ലാം ബന്ധമുണ്ടോ, അതോ ഒന്നും ബന്ധമില്ലേ, നിങ്ങൾ പറയണം. ഇതാണ് ആദ്യത്തേത്. 12 പേർക്ക് ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, 24 പേർക്ക് ഇതേ ജോലി തീർക്കാൻ ആരോ ൂട്ടമർത്തിയില്ലെങ്കിൽ നമുക്ക് ആർക്കും കേൾക്കില്ല. ഋതിക്കാണ്, ഋതിക്ക്. ഓക്കെ, അതെ, കുറെ ആൾക്കാർ മ്യൂട്ട് അമർത്തിയ എന്താ പറയാ സൗണ്ടേ ഓൺ ആക്കിയിട്ടാണ്. ഇനി മനസ്സിലാവും, നിങ്ങൾ തന്നെ മ്യൂട്ട് ആക്കിയാൽ മതി എല്ലാവരും അവരവര്. 12 പേർക്ക് ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചർ 4 പ്രസ്താവന പറയും. അപ്പൊ അതിൽ ശരി ഏതൊക്കെയാ, അതോ ശരിയല്ലേ, പ്രസ്താവനകളൊക്കെ തെറ്റാണോ, അതൊക്കെ ശരിയാണോ നിങ്ങൾ പറയണം. ഓക്കെ, 24 പേർക്ക് ഇതേ ജോലി തീർക്കാൻ 12 ദിവസം മതി. 12 പേർക്ക് ജോലി തീർക്കാൻ 24 ദിവസം. അങ്ങനെയാണെച്ച 24 പേർക്ക് 12 ദിവസം മതി. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, ആളുകളുടെ എണ്ണം ഇരട്ടിയായാൽ ദിവസങ്ങൾ പകുതിയാവും. ആ ജോലി ചെയ്യാൻ ആളുകളുടെ എണ്ണം കൂട്ടിയ ദിവസം പകുതിയാവും. ആളുകളുടെ എണ്ണം കൂട്ടിയാൽ ദിവസം പകുതിയാവും. അങ്ങനെയാണ് വെച്ചാൽ ഒരാൾക്ക് മാത്രം ജോലി തീർക്കാൻ, ഒരാൾ മാത്രമായിട്ട് ജോലി തീർക്കാൻ 288 ദിവസം വേണം. ഒരാൾക്ക്, അടുത്ത പ്രസ്താവന, ഒരാൾക്ക് മാത്രമായി ജോലി തീർക്കാൻ 24നെ 12 ദിവസം കൊണ്ട് 24 × 12 ദിവസം വേണം. ഒരാൾക്ക് മാത്രമായി ജോലി തീർക്കാൻ 24 × 12 ദിവസം വേണം. ഇത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പൊ ഇതിലെ ഓരോ പ്രസ്താവനയും ശരിയാണോ എന്നാണ് ചോദ്യം. പ്രസ്താവന പറയോ? 24 പേർക്ക്, ആദ്യം മുതൽ പറയാട്ടോ. 12 പേർക്ക് ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം. 12 പേരാച്ച എത്ര ദിവസം വേണം? 24 ദിവസം. അങ്ങനെയാണെച്ചാ നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂട്ടി 12ന് പകരം 24 ആളാക്കി. അങ്ങനെയാണെച്ചാ ഈ ജോലി തീർക്കാൻ 24 ദിവസം എന്നുള്ളത് എത്ര ദിവസമായി മാറും? 12 ദിവസമായി മാറും. 24 പേർക്ക് ഇതേ ജോലി തീർക്കാൻ 12 ദിവസം മതിയെന്ന്. ആദ്യം നമ്മൾ 12 പേരായിരുന്നു. ആ 12 പേര് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 24 ദിവസം. പിന്നെ നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂട്ടി. രണ്ടാമത്തെ പ്രസ്താവനയില് ആൾക്കാരുടെ എണ്ണം കൂട്ടി. 24 പേർക്ക് ജോലി തീർക്കാൻ 12 ദിവസം മതി. ഇനി അടുത്തത്, ആളുകളുടെ എണ്ണം ഇരട്ടിയായാൽ ദിവസങ്ങൾ പകുതിയാകും. നമ്മൾ 12 എന്നുള്ളത് 24 ആക്കിയപ്പോ ആളുകളുടെ എണ്ണം ഇരട്ടിയായി. അപ്പൊ ദിവസം പകുതിയാകും. അതാണ് രണ്ടാമത്തെ പ്രസ്താവന. ഇനി മൂന്നാമത്തെ പ്രസ്താവന, ഒരാൾ മാത്രമായിട്ടാണ് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ 288 ദിവസം വേണം. ഇനി നാലാമത്തെ പ്രസ്താവന, ഒരാൾക്ക് മാത്രമായി ജോലി തീർക്കാനായിട്ട് 24നെ 12 24 × 12 ദിവസം വേണം. ടീച്ചറെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? അതായത് 12 പേർക്ക് ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം. അങ്ങനെയാണ് വെച്ചാൽ താഴെ പറയുന്ന പ്രസ്താവനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് എന്നാണ്. അപ്പൊ 24 പേർക്ക് ഇതേ ജോലി തീർക്കാൻ 12 ദിവസം മതി. അതായത് ആൾക്കാരുടെ എണ്ണം കൂടുമ്പോ ദിവസം എന്താവും? പകുതിയാവും. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. മനസ്സിലായോ? 24 പേർക്ക് ഇതേ ജോലി ചെയ്യാൻ 12 ദിവസം മതി. അത് പ്രസ്താവന രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആളുകളുടെ എണ്ണം ഇരട്ടിയായാൽ ദിവസം പകുതിയാകും. അപ്പൊ ഇതില് എയും, അതായത് ഇതിലെ 1ഉം 2ഉം ശരിയായി. ഇനി മൂന്നാമത്തെ നോക്കി നോക്കൂ. ഒരാൾക്ക് മാത്രമായി ജോലി തീർക്കാൻ 288 ദിവസം വേണം. ആ ജോലി ഒരാളാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്?
24നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 288 ദിവസം വേണം എന്ന്. അതൊന്നും കൂടി അവര് പറഞ്ഞിരിക്കുകയാണ്, ഒരാൾക്ക് മാത്രമായി ജോലി തീർക്കാൻ 24നെ × 12 ദിവസം വേണം. അപ്പൊ ഈ 4 കാര്യം ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നത് എ ഓപ്ഷനിൽ 1ഉം 3ഉം ശരി, ബി ഓപ്ഷനിൽ 3ഉം 2ഉം 3ഉം 4ഉം ശരി, സി ഓപ്ഷനിൽ 1 ശരി, ഡി ഓപ്ഷനിൽ എല്ലാം ശരി. അപ്പൊ നമ്മൾ ഇതിൽ എന്താ പറയണ്ടേ? ഇതിലെല്ലാം ശരിയാണ്. ശരി, എല്ലാം ശരിയാണ്, എല്ലാം ശരി. ഇനി അടുത്തത് നോക്കൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. 4 × 18, 4 ഗുണിക്കണം 18 72. 4 ഗുണിക്കണം 18 72 എങ്കിൽ 8 ഗുണിക്കണം 9 എത്ര? 4 ഗുണിക്കണം 18, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. 4 ഗുണിക്കണം 18 72 എങ്കിൽ 8 ഗുണിക്കണം 9 എത്ര? 72. എത്രന്നെ വരിക? 1 മിനിറ്റ്. ഇത് ക്ലിയർ ആവണില്ലേ? ക്ലിയർ ആവണില്ലേ? ഹലോ, കേൾക്കുന്നില്ല. അതെന്താ അറിയോ, എല്ലാരും കൂടി ഇത് സൗണ്ട് ബട്ടൺ ഓൺ ആക്കിട്ട് അപ്പൊ കേക്കുണ്ടാവും ഇല്ലേ? അപ്പൊ എന്താ പ്രശ്നം? നീ മ്യൂട്ടാക്കും എല്ലാവരും, എന്നാ പറയാം. 4 ഗുണിക്കണം 18 72 എങ്കിൽ 8 ഗുണിക്കണം 9 എത്രയാണ്? ഇവിടെ 4ന്റെ ഇരട്ടിയാണ് എന്ത്? 8 അല്ലേ? 18ന്റെ പകുതിയാണ് 9. അപ്പൊ നമ്മുടെ ചോദ്യം 4 ഗുണിക്കണം 18 72 ആണ് എങ്കിൽ 8 ഗുണിക്കണം 9 എന്ത്? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചിരുന്നോട്ടോ. മ്യൂട്ട് സൗണ്ട് ബട്ടൺ ഓൺ ആക്കരുതേ. 9997 എന്ന സംഖ്യയെ കുറിച്ചിട്ടുള്ള പ്രസ്താവന പരിഗണിച്ചാൽ, നമ്മൾ 9997 എന്ന സംഖ്യയെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രസ്താവനകൾ ടീച്ചർ പറയും. അതില് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് നിങ്ങൾ പറയണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ. ഏറ്റവും 9997 എന്ന സംഖ്യയെ കുറിച്ചിട്ടുള്ള പ്രസ്താവന പരിഗണിച്ചാൽ, ആ സംഖ്യയെ കുറിച്ചിട്ടുള്ള പ്രസ്താവന പരിഗണിച്ചാൽ, ഒന്നാമത്തെ ഇത് ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയിൽ നിന്ന് 3 കുറവ്. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയിൽ നിന്ന് 3 കുറവ്. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാ? 1000. ആ 10,000-ൽ നിന്ന് 3 കുറവ്. ആ 10,000-ൽ നിന്ന് 3 കുറവാണ് 9997 എന്ന സംഖ്യ. ശരിയാണോ? അപ്പൊ ഒന്നാമത്തെ, നിങ്ങൾ ഒരു വട്ടം ഒരാള് പറഞ്ഞാൽ മതി മക്കളെ. ഇതെല്ലാരും കൂടി പറഞ്ഞാൽ പിന്നെ ക്ലാസ്സിക്ക് അടുത്ത ടീച്ചർക്ക് പറയാൻ പറ്റണില്ല കേട്ടോ. അപ്പൊ ഒന്നാമത്തത് ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത്, ഏറ്റവും വലിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 2 കുറവ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 2 കുറവ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ശരി. അതും ശരിയാണ്.
അടുത്ത് പറയാൻ പോവാട്ടോ. മ്യൂട്ട് അമർത്തിക്കോ വേഗം, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. ഓക്കെ. 999 കൂടെ 999 10കളുടെ കൂടെ 7 ഒന്നുകൾ ചേർന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതാണ് മ്യൂട്ട് സൗണ്ട് ശരിയാക്കി. അതായത് ഒന്ന് മ്യൂട്ടാക്കോ, എല്ലാരും ഒന്ന് മ്യൂട്ടാക്കോ, എപ്പ പറയാം. 999 10 പറഞ്ഞ എത്രയാ? 9990 അല്ലേ? 999 10 എന്ന് പറഞ്ഞ 9990 ഇതാരും മ്യൂട്ട ആരാവിടെ ഫൗസി പറഞ്ഞ ഫൗസി എന്ന് മ്യൂട്ടാൻ പറ്റിയാലേ ശരിയാവും. ഓക്കെ, അപ്പോ 999 10 പറഞ്ഞ എത്ര? 9990. അതിന്റെ ഒപ്പം 7 ഒന്നുകൾ ചേർന്ന 9997 ആണ്. ശരിയാണോ? ശരി. അടുത്ത ഓപ്ഷൻ പറയാൻ പോവാട്ടോ. 9000-നോട് 7 ഒന്നുകൾ ചേർന്നത്. 9000-നോട് 7 ഒന്നുകൾ ചേർന്നത്. ഇനി ടീച്ചറ് ഇത് പറയാൻ പോവാണ്. ഒന്നാമത്തത് എ ശരി, രണ്ടാമത്തത് എ ബി ശരി, മൂന്നാമത്തത് എ ബി സി ശരി, നാലാമത്തത് എല്ലാം ശരി. ഇതിൽ ഏതാ നിങ്ങൾ ചെയ്യാ? അതെ, എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ് അല്ലേ? എയും ശരി. മ്യൂട്ടാൻ പറ്റും, ടീച്ചർക്ക് പറയാൻ പറ്റൂ. അതെ, ഇതില് പ്രസ്താവനയില് ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ നമ്മള് ഓപ്ഷൻ 3 എന്നുള്ളതില് എ ബി സി ശരി എന്നുള്ളത് നമ്മള് ചെയ്യും അല്ലേ? ഇനി അടുത്തത് നോക്കൂ. ഇങ്ങനെ നമുക്ക് ചേരുംപടി ചേർക്കണ ചോദ്യം വരും. നമ്മൾ ഇത്രകാലം ചേരുംപടി ചേർത്ത പോലെയല്ല. ഇപ്പൊ ടീച്ചർ കോളം എ പറയാട്ടോ. ചേരുംപടി ചേർക്കലിന്റെ കോളം എ ഒന്ന് എഴുതി വെക്കണേ എല്ലാവരും. ഇന്ന് മാത്സ് മാത്രമേ ഉള്ളൂ. ഇനി നാളെ വേറെ വിഷയം വരും കേട്ടോ. ഇന്ന് കോളം എ ഒന്ന് എഴുതി വെക്കൂ. ഒന്നാമത്തത് 35 ഗുണിക്കണം 9. 1 എഴുതിയിട്ട് 35 ഗുണിക്കണം 9 ചേരുംപടി ചേർക്കാനാട്ടോ. ഇനി അതിന്റെ അടിയിൽ 2 എഴുതാം. 2 എഴുതിയിട്ട് 6 ഗുണിക്കണം 8. 6 ഗുണിക്കണം 8. ടീച്ചർ 1 എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 1 എഴുതിയിട്ട് 35 ഗുണിക്കണം 9. ഇനി അതിന്റെ താഴെ 2 എഴുതിയിട്ട് 6 ഗുണിക്കണം 8. ഇനി മൂന്നാമത്തത് 9 ഗുണിക്കണം 35. 9 ഗുണിക്കണം 35. ടീച്ചർ മനസ്സിലാവില്ല. 9 ഗുണിക്കണം 35. നാലാമത്തെ. ഇനി നാലാമത്തെ 8 ഗുണിക്കണം 6. അപ്പൊ കോളം എ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമത്തത് 35 ഗുണിക്കണം 9. നാലാമത്തെ. ഞാൻ ആദ്യം മുതൽ പറയണ്ട, ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ.
ഒന്നാമത്തത് 35 ഗുണിക്കണം 9, രണ്ടാമത്തത് 6 ഗുണിക്കണം 8, മൂന്നാമത്തത് 9 ഗുണിക്കണം 35, നാലാമത്തത് 8 ഗുണിക്കണം 6. 8 ഗുണിക്കണം 6. ഇനി പറയട്ടെ, ഇനി അപ്പുറത്തെ സൈഡ് കോളം ബി എന്നിടും. എഴുതിയിട്ട് 6 കൂട്ടണം 6 കൂട്ടണം 6 കൂട്ടണം അങ്ങനെ 8 6. 6 കൂട്ടണം 6 കൂട്ടണം 6 കൂട്ടണം 6 കൂട്ടണം അങ്ങനെ 8 6 എഴുതുക. ഇനി ബി എഴുതൂ. ബി എഴുതൂ. എത്ര 6 വേണ്ട ടീച്ചറെ? 8 6. അതിന്റെ താഴത്ത് എന്താ എഴുതണ്ട ടീച്ചറെ? 6 8 അങ്ങനെയല്ല. എഴുതിയോടത്ത് നിങ്ങൾ എന്ത് എഴുതണം? 6 കൂട്ടണം 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 6 അങ്ങനെ 8 6. ഓക്കെ. ഇനി ബി എഴുതിയോടത്ത് 35ന്റെ 9 മടങ്ങ്. 35ന്റെ 9 മടങ്ങ് എഴുതി. അടുത്തത് സി. 30 × 9 30 × 9 30 ഗുണിക്കണം 9 പ്ലസ് കൂട്ടണം എന്താ ടീച്ചറെ? 30 ഗുണിക്കണം 9 കൂട്ടണം 5 × 9. 30 ഗുണിക്കണം 9 പ്ലസ് 5 × 9. ഇനി ഡി ഓപ്ഷൻ. ടീച്ചറെ ഡി ഓപ്ഷൻ 8 6 തവണ കൂട്ടുന്നത്. 8 6 തവണ കൂട്ടുന്നത്. ടീച്ചർ സി എന്താ? സി 30 ഗുണിക്കണം 9 കൂട്ടണം 5 × 9. ഇനി ഇതെന്താ ചെയ്യേണ്ടത് ടീച്ചർ? ഇത് മാച്ച് ചെയ്യാം, ചേരുംപടി ചേർക്കുക. ടീച്ചർ ഡി വരെയല്ലേ ഓപ്ഷൻ ഉള്ളൂ? ഡി വരെയുള്ളൂ. ഇത് തമ്മിൽ മാച്ച് ചെയ്യാ വേണ്ട കേട്ടോ. ഓക്കെ. One C, second D, third B, fourth A. എന്താ? E എന്താ? ഇയോ? 1 B D. ഓക്കെ. ഇതിൽ ഓപ്ഷൻ ഉണ്ട്. എ ഓപ്ഷൻ. എ ഓപ്ഷനിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓപ്ഷനിലാണല്ലോ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യേണ്ടത്. എ ഓപ്ഷനിൽ 1 സി. ടീച്ചറെ ആ ഡി ഓപ്ഷൻ എന്താ? ഡി ഓപ്ഷൻ 35ന്റെ 9 മടങ്ങ് എന്നാണ്. 35ന്റെ 9. ഓക്കെ. ഒന്ന് ശ്രദ്ധിക്കൂ. ചേരുംപടി ചേർക്കണത് നിങ്ങൾ വെറുതെ ചേരുംപടി ചേർത്താ പോരാ. അതിന്റെ താഴെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വരും. ആ ഓപ്ഷനുകൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. നോക്കി നോക്ക്. ഒന്നാമത്തെ എ ഓപ്ഷനില് ക്യാപിറ്റൽ ലെറ്റർ എ എഴുതിയിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ എ എഴുതു. ക്യാപിറ്റൽ ലെറ്റർ എ. അതിന്റെ നേരെ നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ മക്കളെ. ഖദീജ. ഖദീജ ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യൂ.
ഇതെന്താ അറിയോ, മാത്സ് ആയതുകൊണ്ട് നമുക്ക് ബോർഡിൽ കാണിച്ചു തരേണ്ടതാ. അപ്പൊ ഇതില് ഒന്നുകൂടി പറയാം കേട്ടോ, ഒന്നും കൂടി പറയാം. സൗണ്ട് മ്യൂട്ട് ചെയ്ത എല്ലാവർക്കും കേൾക്കുന്നു. നമ്മൾ ഒന്നാമത്തേല് കോളം മേല് നമ്മൾ 1, 2, 3, 4 എന്ന് എഴുതിയാണ് അല്ലേ. അതിൽ ഒന്നാമത്തത് 35 ഗുണിക്കണം 9, രണ്ടാമത്തേല് 6 ഗുണിക്കണം 8, മൂന്നാമത്തതില് 9 ഗുണിക്കണം 35, ഇനി നാലാമത്തത് 8 ഗുണിക്കണം 6. ഇങ്ങനെ ആണ് നമ്മൾ കോളം മേല് എഴുതിയത്. ഇനി കോളം ബിയില് നമ്മൾ എഴുതിയത് ഒന്നാമത്തെ എ ഓപ്ഷനില് 6 കൂട്ടണം 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 6, അങ്ങനെ 8, 6 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ബി ഓപ്ഷനില് 35ന്റെ 9 മടങ്ങ്. ഇനി സി ഓപ്ഷനില് 30 ഗുണിക്കണം 9 കൂട്ടണം 5 ഗുണിക്കണം 9. ഇനി ഡി ഓപ്ഷനില് 8 6 തവണ കൂട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എ അങ്ങനെ ഒരു ഇത് വരും താഴെ, ABCD ഓപ്ഷൻ വരില്ലേ, അതിൽ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതിയിട്ട് 1 സി മാച്ച് ചെയ്ത ഉത്തരങ്ങളാണ് അവർ തരുന്നത്. അതിൽ ഏതാണ് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. 1 സി, 2 എ, 1 സി 2 എ 3 ബി 4 ഡി. ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എഴുതിയാൽ മതി, കാരണം മറ്റേത് സ്മോൾ ലെറ്റർ ആണല്ലോ നമ്മൾ എഴുതിയത്. ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എഴുതിയിട്ട് 1 സി 2 എ 3 ബി 4 ഡി. ഇനി ഓപ്ഷൻ ബി എന്നുള്ളതില് 1 സി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് എരുമ്പടി ആവുമ്പോ കുറച്ച് ഇത് പറഞ്ഞു തരാനും നമുക്ക് ഇത് കാണിച്ചു തരാനും പറ്റണില്ല ഇതില്. ഓപ്ഷൻ ബിയില് 1 സി പിന്നെന്താ? 1 സി തന്നെ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പറയാം. 2 ഡി 3 ബി 1 ഓപ്ഷൻ ബി ഒന്നും കൂടി പറയാം. 1 സി 2 ഡി 3 ബി 4 എ. 1 സി 2 ഡി 3 ബി 4 എ. ഇനി ഓപ്ഷൻ സി പറയാൻ പോവാണേ. 1 എ 2 ഡി 1 എ 2 ഡി. മനസ്സിലായില്ല. ഇതായത് ഇതില് ഓപ്ഷൻ എഴുതിയോ? അതില് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചേരുംപടി തന്നിട്ടേ അതിന്റെ താഴെ അവര് മാച്ച് ചെയ്തിട്ട് തരും. ഇപ്പൊ ഒന്നാമത്തിന് ഇപ്പൊ ഓപ്ഷൻ എയില് നോക്കി നോക്കൂ, ഒന്നാമത്തത് സി ആണ് എന്നാ പറയുന്നത്. ഒന്നാമത്തത് സിയോട് മാച്ച് ആണ്. ആണോ? നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഒന്നാമത്തത് സിയോനോട് മാച്ച് ആണോ നോക്കി നോക്കൂ. അല്ല അല്ല അല്ല. ഒന്നാമത്തത് ഏതാ? ഒന്നാമത്തത് ഏതാ? ഹലോ, കേക്കണ്ടോ? നോക്കൂ, നിങ്ങളിപ്പോ 1 × 2 എത്രയാ? 1 × 2 എത്രയാ? 2. 2ന് 2 പ്രാവശ്യം പറഞ്ഞ എത്രയാ? 2ന് 2 പ്രാവശ്യം കൂട്ടാൻ പറഞ്ഞ എത്രയാ? 4. 4. 3ന് 2 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ എത്രയാ? 6. 6 അല്ലേ? 4ന് 2 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ എത്രയാ? 4ന് 2 പ്രാവശ്യം അപ്പൊ 5ന് 2 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ എത്രയാ? 10.
അല്ലേ? ടീച്ചറെ കേട്ടല്ലോ ഫസ്റ്റ് മുതലൊന്ന് പറയുമോ? നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. ഇത് പേരുംപടി ചേർക്കായോണ്ടേ ടീച്ചർക്ക് ഇത് കാണിച്ചു തരാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ ഇത് നോക്കി നോക്കൂ. 3നെ 2 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ എത്രയാണ്? 6. അപ്പൊ 2നെ 3 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ എങ്ങനെയാണ്? 2നെ 3 പ്രാവശ്യം പറഞ്ഞ എത്രയാണ്? 2നെ 3 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ 6. ശ്രദ്ധിച്ചിരിക്കട്ടോ. നമ്മൾ ആദ്യം 3നെ 2 പ്രാവശ്യം കൂട്ടാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ 3 ഗുണിക്കണം 2 എന്നല്ലേ എഴുതുക? 3നെ 2 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ 3 ഗുണിക്കണം 2 എന്നല്ലേ എഴുതുക? മക്കളെ ഒന്ന് ശ്രദ്ധിക്കേ. 3നെ 2 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ 3 ഗുണിക്കണം 2 അല്ലേ എഴുതുക? 2നെ 3 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ എങ്ങനെ എഴുതുക? 2 ഗുണിക്കണം 3. അതേപോലെ ഇവിടെ ടീച്ചർ തന്നതിൽ 6 × 8 ഉണ്ട്, 8 × 6 ഉണ്ട്. അപ്പൊ ഇതില് 6നെ 8 പ്രാവശ്യം കൂട്ടണതും 8നെ 6 പ്രാവശ്യം കൂട്ടുന്നതും ഏതാണെന്ന് നോക്കി നോക്കൂ. 6നെ 8 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ ഏതാണ്? ഇതിൽ ഏത് ഓപ്ഷനാ വരിക? അല്ല. 6നെ 8 പ്രാവശ്യം കൂട്ടുക പറഞ്ഞത് ശരിയാണ്. ലഭിക്കാൻ വരയ്ക്കണ്ടേ? 6 അതല്ല, 6നെ 8 പ്രാവശ്യം കൂട്ടല്ലേ? അപ്പൊ അതില് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പൊ എക്ക് വരയ്ക്കൂ. അപ്പൊ 2 പ്രാവശ്യം എങ്ങട്ടാ? 2A അല്ലേ? അല്ലേ? 2A. ഇനി 8ന് അപ്പൊ 2A ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 8നെ 6 പ്രാവശ്യം കൂട്ടുക പറഞ്ഞ ഏതാ? മക്കളെ നിങ്ങൾ മക്കളെ എന്നിട്ട് കേൾക്കണില്ല പറയും. ഓക്കെ, ഞാൻ ടീച്ചർ പറയാൻ ഞാൻ പറയാം, നിങ്ങൾ പറയണ്ട കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടി പറയുമ്പോ ശരിയാവണില്ല. 6നെ 8 പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ എക്കാണ് കൊടുക്കേണ്ടത്. 6 കൂട്ട. ആരവിടെ മ്യൂട്ടാക്കൂ? മ്യൂട്ടാക്കൂ. ഇപ്പൊ ഉത്തരം പറയണ്ട, മ്യൂട്ടാക്കൂ. അതായത് 6നെ 8 പ്രാവശ്യം കൂട്ടുക, 6 ഗുണിക്കണം 8. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് എയോടാണ്. 6 കൂട്ടണം 6 കൂട്ടണം 6 കൂട്ടണം 6, അങ്ങനെ 8 പ്രാവശ്യം 6 എഴുതിയത്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കൂ, 8 ഗുണിക്കണം 6 എന്നുണ്ട്. 8 ഗുണിക്കണം 6 നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഏതുകൊണ്ടാണ്? ഡിയോടാണ്. 8 6 തവണ കൂട്ടുന്നത്. മനസ്സിലായോ? അതേപോലെ 35നെ 9 പ്രാവശ്യം ഗുണിക്കുക എന്നുള്ളത്. 35 ഉണ്ട്. അപ്പൊ ഏതോടാണ്? ഒന്നാമത്തത് സിനോടും, ഒന്നാമത്തത് സിയോട്, രണ്ടാമത്തത് എനോട്, മൂന്നാമത്തത് ബിയോട്, നാലാമത്തത് ഡിയോട്. അങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്നാമത്തത് ഏതിനോടാണ്? സിയോട്. ഒന്നാമത്തത് സിയോട്. ഓക്കെ. രണ്ടാമത്തത് എനോട്, മൂന്നാമത്തത് ബിനോട്, നാലാമത്തത് ഡിനോട്. ഒന്ന് സി, 2 എ, 3 ബി, 4 ഡി. കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം കേട്ടോ. വരുണിന്റെ സ്കൂളിന് സമീപം ഒരു പുസ്തകോത്സവം തുടങ്ങിയിട്ടുണ്ട്. അവൻ തന്റെ അച്ഛന്റെ കൂടെ അവിടെ പോയി. അച്ഛൻ അവിടെ നിന്ന് കുറെ പുസ്തകങ്ങൾ വാങ്ങി. അപ്പൊ അച്ഛന് 3200 രൂപയായി. അച്ഛൻ കൃത്യം 3200 രൂപ കൊടുത്തു. ഏതൊക്കെ നോട്ടുകളായിരിക്കും അവിടെ അച്ഛൻ കൊടുക്കാൻ സാധ്യത എന്നാണ്. ഓപ്ഷൻ എ, ഒന്ന് ഓപ്ഷൻ എഴുതി വെച്ചോട്ടോ. 3200 രൂപയാണ്.
അതൊന്ന് എഴുതി വെച്ചോളൂ. 3200 രൂപ. ഇതില് ഒന്നാമത്തെ ഓപ്ഷൻ എ 6500 രൂപ നോട്ട്, 6500 രൂപ നോട്ട് ഒരു 200 രൂപ നോട്ട്, 6500 രൂപ നോട്ട് ഒരു 200 രൂപ നോട്ട്. ഇനി ഓപ്ഷൻ ബി 16200 രൂപ നോട്ട്. ഓപ്ഷൻ ബി 16200 രൂപ നോട്ട്. ഇനി ഓപ്ഷൻ സി 3200 രൂപ നോട്ട്. ടീച്ചർ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞുതരോ? ഓപ്ഷൻ ബി 16200 രൂപ നോട്ട്. ഓപ്ഷൻ സി എന്ന് പറയോ? ഓപ്ഷൻ സി 3200 രൂപ നോട്ട്. ഓപ്ഷൻ എ പറയൂ. ഒരു മിനിറ്റ്. ഓപ്ഷൻ എ ആദ്യം ഒന്ന് പറഞ്ഞുതരോ? അതാ ആദ്യം പറയാം. 3200 രൂപ നോട്ട് വരുണ്ട അച്ഛൻ കടയിൽ കൊടുത്തുന്ന്. അപ്പൊ ഏതൊക്കെ നോട്ടുകളായിരിക്കാം അച്ഛൻ കടയിൽ കൊടുത്തത് എന്നാണ്, ഏതൊക്കെ നോട്ടുകളാണ് കൊടുക്കാൻ സാധ്യത എന്നാണ്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എ 6500 രൂപ നോട്ടും ഒരു 200 രൂപ നോട്ടും. 6500 രൂപ നോട്ടും ഒരു 200 രൂപ നോട്ടും. ഇനി അടുത്ത ഓപ്ഷൻ പറയാൻ പോവാട്ടോ. 16200 രൂപ നോട്ട്, 16200 രൂപ നോട്ട്. ടീച്ചറെ ഡി എന്ന് പറയോ? ഞാൻ ഇത് പറയട്ടെ. ഓപ്ഷൻ സി 3200 രൂപ നോട്ട്. ഓപ്ഷൻ സി 3200 രൂപ നോട്ട്. ഇനി ഓപ്ഷൻ ഡി 320 രൂപ നോട്ട്, 320 രൂപ നോട്ട്. ഇനിയാണ് നിങ്ങളുടേത് വരുന്നത്. ഓക്കെ, ഡി ഒന്നുകൂടി പറയാ. ഓപ്ഷൻ എ 6500 രൂപ നോട്ട് ഒരു 200 രൂപ നോട്ട്. ഓപ്ഷൻ ബി 16200 രൂപ നോട്ട്. ഓപ്ഷൻ സി 3200 രൂപ നോട്ട്. ഓപ്ഷൻ ഡി 320 രൂപ നോട്ട്. ഇനിയാണ് നിങ്ങളുടേത് വരുന്നത്. ഒന്നാമത്തത് 1, എയും ബിയും ശരി. എ ബി 1 എന്നിട്ടിട്ട് എ ബി എഴുതു. ഇനി 2 എന്നിട്ടിട്ട് എ ബി സി എഴുതു. 2 എഴുതിയിട്ട് എ ബി. കൂടി പറയോ? 1 എ ബി, 2 എ ബി സി, 3 എല്ലാം, 4 എ ഡി എ സി ഡി, എ സി ഡി. അപ്പൊ ഇതിൽ ഏതൊക്കെ നോട്ടുകൾ അച്ഛന് കൊടുക്കാം 3200 രൂപയ്ക്ക്? പറയൂ. ടീച്ചറെ നാലാമത്തെ എന്താ? നാലാമത്തത് എ സി ഡി. എ സി ഡി എല്ലാം ശരി. സോറി ടീച്ചറെ, എ ബി സി ഡി ശരി. എ ബി സി ഡി ശരിയാ? അതില് ഒന്നാമത്തെ നോക്കി നോക്കൂ. 6500 രൂപ നോട്ട് പറഞ്ഞ എത്രയായി? 3000 അല്ലേ? ആ 3000ന്റെ ഒപ്പം 200 രൂപയും കൂടി ചേർത്താ 3200. അപ്പൊ ഒന്നാമത്തെ എ ശരിയാണ്. ഇനി രണ്ടാമത്തെ നോക്കി നോക്കൂ. 16200 രൂപ നോട്ട്. 16200 രൂപ നോട്ട് പറഞ്ഞ എത്രയാ? എത്രയായി? 3200 ആയി അല്ലേ? 16200 രൂപ നോട്ട് പറഞ്ഞ 3200 ആയി. ഇനി ഓപ്ഷൻ സി നോക്കൂ. 32 രൂപ നോട്ട് പറഞ്ഞ 3200 തന്നെ അല്ലേ? ഡി നോക്കൂ. 320 രൂപ നോട്ടാ. 320 രൂപ നോട്ട് പറഞ്ഞ 3200 ആണോ 32,000 ആണോ?
320 100 രൂപ നോട്ട് പറഞ്ഞാൽ ടീച്ചറെ കേൾക്കണില്ല. 32,000. നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല എന്ന് പറയാൻ പറ്റേ. നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്താൽ മതി. മ്യൂട്ട് ചെയ്താൽ മതി, അപ്പൊ കേൾക്കും. കേൾക്കണില്ല ടീച്ചറെ. ടീച്ചറെ കേൾക്കണില്ല. നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ, ഞാൻ കേൾക്കൂട്ടോ. ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ടീച്ചറെ. ചില ആൾക്കാർ ചെയ്യാത്തോണ്ടാണ്. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്, മൂന്നാമത്തെ ശരിയാണ്, പക്ഷെ നാലാമത്തെ തെറ്റാണ്. നിങ്ങൾ ഉത്തരം പറയണ്ട, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് 6,500 രൂപ നോട്ട് പറഞ്ഞ 3000. ആ 3000ത്തിന്റെ ഒപ്പം 200 രൂപയും കൂടി ചേർത്താൽ 3200. അടുത്തത് 16,200 രൂപയുടെ നോട്ട് എന്നാ പറഞ്ഞത്. 16,200 രൂപ നോട്ട് പറഞ്ഞാൽ 3200 തന്നെ. ഇനി 32,100 രൂപ നോട്ട് പറഞ്ഞാലോ, അതും 3200. പക്ഷെ 320 100 രൂപ നോട്ട് പറഞ്ഞ എത്രയാ വരിക? 32,000 വരിക. അപ്പൊ ഏതാ തെറ്റ് വരിക? ഡി മാത്രം തെറ്റാണ്. ബാക്കി എയും ബിയും സിയും ശരിയാണ് കേട്ടോ. അപ്പൊ ഉത്തരം വരിക ABC ആണ്. ABC ഓപ്ഷൻ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ. ഉത്തരം അടുത്ത് നോക്കൂ. ഒറ്റ ഇരട്ട. അത് ടിക്കിയ വേണ്ട രണ്ടാമത്തത്. രണ്ടാമത്തെ ടിക്കിയെ ബബിളിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കേട്ടോ. അത് ടിക്ക് ചെയ്താൽ മതി ഇപ്പൊ. അടുത്ത് നോക്കൂ, മൂന്നാമത്തെ. ഒറ്റ ഇരട്ട സംഖ്യകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ടീച്ചറുടെ ചോദ്യം. ഒറ്റ ക്ലിയർ. ഇപ്പൊ ക്ലിയർ ആണോ? നിങ്ങൾ വർത്താനം പറയാൻ മതി, എന്നാ ക്ലിയർ ആവും കേട്ടോ. ഒറ്റ ഇരട്ട സംഖ്യകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം കേട്ടോ. രണ്ട് ഒറ്റ മ്യൂട്ടാക്കും മക്കളെ. മ്യൂട്ടാക്കി ടീച്ചറെ. ടീച്ചറെ ഒന്നും മനസ്സിലായില്ല, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അത് മ്യൂട്ടാക്കിയാ പറഞ്ഞേരി കേട്ടോ. ഒറ്റ ഇരട്ട സംഖ്യകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന, രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയായിരിക്കും. ആണോ? രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയാണോ? അതെ ടീച്ചർ. നാലാ ഉത്തരായിട്ട് വരിക. രണ്ടാമത്തത്, രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയായിരിക്കും. ശരിയാണോ? അടുത്ത പ്രസ്താവന, ഒരു ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും തുക ഒറ്റ സംഖ്യയായിരിക്കും. തെറ്റ്. തെറ്റാണോ? ഒന്ന് നോക്കിയോ. അടുത്തത് നോക്കൂ, രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയായിരിക്കും. നോക്കിയോ, ഒറ്റ സംഖ്യയാണോ നോക്കി നോക്കൂ. ഒരു ഒറ്റ സംഖ്യ കൂട്ടി നോക്കൂ. 1 3 രണ്ടും ഒറ്റ സംഖ്യയാണ്. 2 3 കൂട്ടി എത്രയാ? 4. ഓക്കെ, മ്യൂട്ടാക്കൂ. ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയാണോ? 5. രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ക്ലിയർ ആവണില്ല. കേൾക്കണില്ല ടീച്ചറെ. ഒന്നും കൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഒന്ന് മ്യൂട്ടാക്കും മക്കളെ, എന്നാലേ എല്ലാവർക്കും കേൾക്കുകയെ കേട്ടോ. അതായത് ഒറ്റ ഇരട്ട സംഖ്യകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ടീച്ചറുടെ ചോദ്യം.
ഇതില് രണ്ട് ഒറ്റസംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയായിരിക്കും. നോക്കി നോക്കൂ, രണ്ട് ഒറ്റസംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയല്ലേ? 1 കൂട്ടണം 3 അല്ലേ? അപ്പൊ രണ്ട് ഒറ്റസംഖ്യകളുടെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ മ്യൂട്ടാക്കും, നിങ്ങൾ പറയണ്ട കേട്ടോ, എല്ലാരും കൂടി പറഞ്ഞ ബുദ്ധിമുട്ടാ. അതായത് രണ്ട് ഒറ്റസംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോ ഇപ്പൊ 1ഉം 3ഉം രണ്ടും ഒറ്റസംഖ്യകളാണ്. 1ഉം 3ഉം കൂടി കൂട്ടിയ 4. ഇനി രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ. അപ്പൊ നിങ്ങൾ ചെറിയ സംഖ്യ എടുത്ത് നോക്കുക. 2ഉം 4ഉം എത്രയാണ്? 6. അപ്പൊ അത് ഇരട്ട സംഖ്യ തന്നെയാണ്. ഇനി ഒരൊറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും തുക ഒറ്റ സംഖ്യയാണ്. അപ്പൊ ഒരൊറ്റ സംഖ്യ 2, ഒരു ഇരട്ട സംഖ്യ 3. അപ്പൊ 2ഉം 3ഉം കൂടി കൂട്ടി എത്രയാ? 5. അപ്പൊ ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെ തുക ഒറ്റ സംഖ്യ തന്നെയാണ്. ഇനി രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയായിരിക്കും. ഒരു ഒറ്റ സംഖ്യ 3, ഒരു ഒറ്റ സംഖ്യ 5. അപ്പൊ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ തമ്മിൽ കൂട്ടിയ ഒറ്റ സംഖ്യ തമ്മിൽ കൂട്ടിയ 8 അല്ലെ? 3ഉം 5ഉം 8. അപ്പൊ ഓപ്ഷൻ ഡി മാത്രം തെറ്റാണ്. എയും ബിയും സിയും എന്താണ്? എയും ബിയും സിയും എന്താണ്? ശരിയാണ്. അപ്പൊ ഇതില് ഓപ്ഷനില് എയും ബിയും ഇതില് തെറ്റായ പ്രസ്താവന ഏത് എന്നാ നമ്മളോട് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചുള്ളൂ. അപ്പൊ ഏതാ തെറ്റായത്? ടീച്ചറെ എത്ര മണി വരെ ക്ലാസ്? ടീച്ചർ എത്ര മണി വരെ ക്ലാസ്? ക്ലാസ് എന്നോ? ടീച്ചറെ അനുജ ടീച്ചറെ ടീച്ചറെ ഞാൻ ഇവിടെ ഉണ്ട്. എത്ര മണി വരെ ക്ലാസ്? നമുക്ക് ഒരു 8 മണി വരെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ കേട്ടോ. ഒന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? ഇത് ഉത്തരവും ഓടും ഈവൻ നമ്പറും ആണേ. ഓട് നമ്പറും ഈവൻ നമ്പറേയും സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളാണ്. രണ്ട് ഓഡ് നമ്പറുകള്, ഓഡ് നമ്പേഴ്സ്. എങ്ങനെയാ ഓഡ് നമ്പറും ഈവൻ നമ്പറും? ആദ്യം മ്യൂട്ടാക്കും. ആരൊരാൾ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു, അതാ പറയുന്നത്. ഓഡ് നമ്പറും ഈവൻ നമ്പറും ഉള്ള പ്രസ്താവനയാണ്. മനസ്സിലായോ? രണ്ട് ഓഡ് നമ്പറുകളുടെ സമ്മ് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് രണ്ട് ഈവൻ നമ്പറുകളുടെ സമ്മ് ഒരു ഈവൻ നമ്പർ ആകും. അടുത്തത് ഒരു ഓഡ് നമ്പറിന്റെയും ഒരു ഈവൻ നമ്പറിന്റെയും സമ്മ് ഒരു ഓഡ് നമ്പർ ആവും. അടുത്തത് രണ്ട് ഓഡ് നമ്പറുകളുടെ സമ്മ് ഒരു ഓഡ് നമ്പർ ആവും. അപ്പൊ ഇതിൽ ഏതാണ് എന്താ പറയാ ശരി, അല്ല ഏതാണ് തെറ്റ്, ഏതാണ് തെറ്റായ റോങ് ആയ പ്രസ്താവന? ഒന്നും കൂടി പറയോ ടീച്ചറെ? നോക്കൂ, മുഹമ്മദ് ഹാഷിം ഓഡ് നമ്പറും ഈവൻ നമ്പറും സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നേ. അപ്പൊ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അതായത് രണ്ട് ഒറ്റ സംഖ്യ നോക്കൂ, 1 കൂട്ടണം 3 4. അത് ഇരട്ട സംഖ്യയാണോ? അതെ, ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ നോക്കൂ, രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയായിരിക്കും. ചെറിയ സംഖ്യ ആലോചിച്ചാൽ മതി. 2 കൂട്ടണം 4 6. അപ്പൊ രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? ഇരട്ട സംഖ്യയാണ്. സംഖ്യയുടെയും ഇരട്ട സംഖ്യകളുടെയും തുക ഒറ്റ സംഖ്യയായിരിക്കും. ഒരൊറ്റ സംഖ്യ എന്ന് പറയുമ്പോ 3, ഒരൊറ്റ സംഖ്യ പറയുമ്പോ 4. 3ന്റെയും 4ന്റെയും തുക എത്രയാണ്? 7. ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും തുക എന്താണ്? ഒറ്റ സംഖ്യയാണ്. രണ്ട് ഫൗസി ഒന്ന് മ്യൂട്ടാക്കൂ. ടീച്ചറെ ഒന്നും കേൾക്കണില്ല. മ്യൂട്ടാക്കൂ, എന്നാലേ കേൾക്കൂ.
അടുത്ത 2 ഒറ്റസംഖ്യകളുടെ തുക ഒറ്റസംഖ്യയായിരിക്കും. 2 ഒറ്റസംഖ്യകൾ തമ്മിൽ കൂട്ടിയാ നമുക്ക് ഉത്തരം എന്തായി വരിക? ഒറ്റസംഖ്യയാണ് എന്നാ പറയണേ. അപ്പൊ 2 ഒറ്റസംഖ്യ എടുത്ത് കൂട്ടി നോക്കി നോക്കൂ. 1ഉം 3ഉം കൂട്ടിയാ 4ആണ്. 4 ഒരു ഒറ്റസംഖ്യയാണോ? അല്ല. അപ്പൊ ലാസ്റ്റ് ഡി മാത്രം തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം പറയാൻ പോവാട്ടോ. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. 7 7, 2, 5, 6 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഓരോ സംഖ്യയും വെച്ച് ഉണ്ടാക്കാം? ഇതാണ് ചോദ്യം. 7, 4, 5, 6. ശ്രദ്ധിച്ച് കേട്ടോ. അല്ല, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ചോദ്യം മ്യൂട്ടാക്കൂ എന്നാ പറയാം. 7, 2, 5, 6 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഓരോ സംഖ്യയും വെച്ചുണ്ടാക്കാന്നാണ്. ഓരോ സംഖ്യയും വെച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാന്നാ ചോദ്യം. ടീച്ചർ 7, 4, 5 അതായത് 7 വെച്ചിട്ട് നമുക്ക് എത്ര നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും? 12 ഉണ്ടാക്കാൻ പറ്റില്ല. എത്ര ഉണ്ടാക്കാൻ പറ്റിയ? 6 ഉണ്ടാക്കാൻ പറ്റില്ല. 7 വെച്ചിട്ട് 6 എണ്ണം, അതേപോലെ 2 വെച്ചിട്ട് 6 എണ്ണം, 5 വെച്ചിട്ട് 6 എണ്ണം, 6 വെച്ച് നോക്കൂ. ചോദ്യം മാറ്റണ്ട. നിങ്ങൾ ഈ ചോദ്യം കണ്ട വേഗം 24 എന്നുള്ള ഉത്തരം എഴുതും. പക്ഷെ 24 അല്ല. ചോദ്യം എന്താണ്? ഓരോ സംഖ്യയും വെച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാന്നാണ്. ഇപ്പൊ 7 വെച്ചിട്ട് എത്ര നാലക്ക സംഖ്യ ഉണ്ടാക്കാം? 7 വെച്ചിട്ട് നമുക്ക് 6 എണ്ണം അല്ലേ? ചോദ്യം ശ്രദ്ധിക്കുക. ഓരോ സംഖ്യയും വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാന്നാണ്, അല്ലാതെ മൊത്തം എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നല്ല ചോദ്യം. അപ്പൊ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കാഞ്ഞാൽ മാർക്ക് പോട്ടോ. അപ്പൊ ഓരോ സംഖ്യയും വെച്ചിട്ട് 6 നാലക്ക സംഖ്യകള് ഉണ്ടാക്കാൻ പറ്റും. അനൂജ ടീച്ചറെ, സമയം 8 മണിയായി. എന്താ ചെയ്യണ്ടേ? ടീച്ചർ ഏകദേശം അയച്ചാൽ നമുക്ക് എന്നാ നിർത്താല്ലേ? അവസാനിപ്പിക്കാം അല്ലേ? ആ